ഗസയ്ക്ക് വേണ്ടി പുതിയ പദ്ധതിയുമായി വരികയാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും. വൈറ്റ് ഹൗസ് തിങ്കളാഴ്ച ഒരു 20 പോയിന്റ് പ്ലാൻ പുറത്തിറക്കിയിരിക്കുന്നു. അമേരിക്ക നയിക്കുന്ന മിഡിൽ ഈസ്റ്റ് സമാധാന പദ്ധതി. ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് പറയുന്ന പദ്ധതി, ബന്ദികളെ പരസ്പരം കൈമാറണമെന്നും ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങൾ നൽകണമെന്നും പറയുന്ന പദ്ധതി, ഗസയുടെ ഭാവി ഭരണത്തിനും പുനർനിർമ്മാണത്തിനും അന്താരാഷ്ട്ര സേനയും ഒരു ബോർഡ് ഓഫ് പീസും നിലവിൽ വരണമെന്ന് പറയുന്ന പദ്ധതി. പക്ഷേ ഗസയെ തൻ്റെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ 20 പോയിന്റ് പ്ലാൻ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും? ഇത്രയും കാലത്തെ യാതനകൾക്ക് ഈ മാറ്റം ഒരു ബദലായി മാറുമോ? പരിശോധിക്കാം ഫാക്ട് ആൻഡ് ഫോക്കസിലൂടെ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ഖത്തറിൽ ആക്രമണം നടത്തിയതിന് ട്രംപ് നെതന്യാഹുവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു. പിന്നെയാണ് ട്രംപിൻ്റെ 20 പോയിന്റ് പ്ലാൻ പുറത്തിറക്കുന്നത്. സെപ്റ്റംബർ 29 വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കയുടെ പിന്തുണയോടെയുള്ള മിഡിൽ ഈസ്റ്റിനായുള്ള സമാധാന പദ്ധതി അനാച്ഛാദനം ചെയ്തു ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തു. ഗാസയിലെ 2 വർഷം പഴക്കമുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇത് ഒരു നിമിത്തമാകുമത്രേ. ചരിത്ര നിമിഷമാണെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇനി ഈ പദ്ധതി ഹമാസിന് കൈമാറിയിരിക്കുന്നു. ഹമാസ് ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥർ സമർപ്പിച്ച രേഖ പരിശോധിക്കുകയാണെന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ പദ്ധതി പ്രകാരം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത ഉടനടി അവസാനിക്കുമത്രേ. എന്നാൽ ഇതുവരെയുള്ള US പിന്തുണയോടുകൂടി നടന്ന എല്ലാ മുൻശ്രമങ്ങളും പരാജയപ്പെട്ടുവെന്നതാണ് ചരിത്രം. അത് നോക്കുമ്പോൾ ഇവിടെ ഒരു സംശയത്തിനും കാരണമുണ്ട്. നെതന്യാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ട്രംപ് രൂപപ്പെടുത്തിയ ഈ പദ്ധതിയിൽ 20 പോയിന്റുകളാണ് ഉൾപ്പെടുന്നത്. ഇസ്രായേലും ഹമാസും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ 3 ഘട്ടങ്ങളിലായി ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പൂർണ്ണമായും പിൻവലിയുമത്രേ. ഈ 20 പോയിന്റുകളിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇസ്രായേലിൻ്റെ ഘട്ടം ഘട്ടമായുള്ള പുറത്തു കടക്കലാണ് പ്രധാന പോയിന്റ്. മറ്റൊന്ന്, ബന്ദികളെയും തടവുകാരെയും ഇരു ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. അതുപോലെ തന്നെ ഉടനടി ഗസയിൽ മാനുഷിക സഹായവും നൽകും. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന 3 ഘട്ടങ്ങളിലായി പൂർണ്ണമായും പിൻവലിയാൻ ഈ പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ ഗവേണൻസ് ബോർഡ്, ട്രംപും മറ്റ് നേതാക്കളും നയിക്കുന്ന ഒരു ബോർഡ് ഓഫ് പീസ് ഗസയുടെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനും മേൽനോട്ടം വഹിക്കുന്ന രൂപത്തിൽ നിലവിൽ വരുമത്രേ. ഈ കാലയളവിൽ ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേന സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി ഗസയിൽ പോലീസ് നടപടികൾ സ്വീകരിച്ച് നിലവിലുണ്ടാകും. ഇതിൽ അറബ് അന്താരാഷ്ട്ര പങ്കാളികളുണ്ടാകും. ഇങ്ങനെ ഒരു ബഹുരാഷ്ട്ര സേനയായിരിക്കും അവിടെ നിയന്ത്രിക്കുക. ഫലസ്തീൻ അതോറിറ്റിയുടെ പങ്ക് എന്തായിരിക്കുമെന്നാണ് മറ്റൊരു ചോദ്യം. ഗസ ഭരിക്കാൻ സാധ്യതയുള്ള ഒരു പരിഷ്കരിച്ച ഫലസ്തീൻ അതോറിറ്റിയെക്കുറിച്ച് പദ്ധതി ഒരു സൂചന നൽകുന്നുണ്ട്. പക്ഷേ ഫലസ്തീൻ്റെ പ്രാതിനിധ്യം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ഇസ്രായേലിനും പലസ്തീനികൾക്കും ഒരു പ്രധാന തടസ്സം തന്നെയാണ് ഈ വ്യക്തതയില്ലായ്മകൾ. ഒരു കരാറാകുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഈ പദ്ധതിയിൽ ഇല്ലാത്തതും അതുതന്നെയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും നടത്തിയ ആക്രമണത്തിൽ പിടിച്ചെടുത്ത അതിൽ ശേഷിക്കുന്ന 48 ബന്ദികളെ മോചിപ്പിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കരാറിൻ്റെ ആദ്യത്തെ ഘട്ടം. ഇതിൽ 20 പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ജീവപര്യന്തം തടവിൽ കഴിയുന്ന 250 പലസ്തീനികളെ ഇസ്രായേൽ തിരിച്ചു മോചിപ്പിക്കണം. ഒക്ടോബർ 7 ശേഷം അറസ്റ്റിലായ 1700 ഗസക്കാരുണ്ട്. ഇവരെയും ഇസ്രായേൽ മോചിപ്പിക്കണം. ഈ ഘട്ടത്തിൽ ഗസയിലെ നിരാശരായ ജനങ്ങൾക്ക്, യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് സഹായങ്ങൾ എത്താനും ഈ പദ്ധതി പ്രകാരം ബാധ്യതയുണ്ട്. രണ്ടാമതൊരു ഘട്ടത്തിൽ ഫലസ്തീൻ അംഗങ്ങളും അന്താരാഷ്ട്ര അംഗങ്ങളും അടങ്ങുന്ന ഒരു ടെമ്പററി സമിതിയായിരിക്കും ഗസയെ ഭരിക്കുന്നത്. അതിൽ ട്രംപും മുൻ UK പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള രാഷ്ട്ര തലവന്മാരും നയിക്കുന്ന പീസ് ഓഫ് ബോർഡ് നിലവിൽ വരും. ഈ പീസ് ഓഫ് ബോർഡാണ് ഈ കമ്മിറ്റിയുടെ മേൽനോട്ടം വഹിക്കുക. ഗസ മുനമ്പിൻ്റെ പുനർനിർമ്മാണത്തിന്, അതിൻ്റെ സാമ്പത്തിക വികസനത്തിന് എല്ലാം ഈ ബോർഡാണ് മേൽനോട്ടം വഹിക്കേണ്ടത്. ഗസയുടെ ഭരണത്തിൽ ഹമാസ് ഒരു പങ്കും വഹിക്കേണ്ടതില്ല എന്നാണ് ഈ പദ്ധതി പ്രകാരം പറയുന്നത്. ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സംഘടന ഗാസ മുനമ്പിൽ സ്ഥാപിച്ച് വിന്യസിക്കുമ്പോൾ
അറബ് അന്താരാഷ്ട്ര പങ്കാളികളെ ഉൾപ്പെടുത്തിയാണ് ഈ സേന പ്രവർത്തിക്കുക എന്നും പദ്ധതി ആവശ്യപ്പെടുന്നു. അതിനുശേഷം മാത്രമേ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയുള്ളൂ. ആ ഘട്ടത്തിൽ യുദ്ധാനന്തര ഗസയിൽ സാമ്പത്തിക പുനർവികസനത്തിലേക്ക് അടക്കമുള്ള പദ്ധതികളിലേക്ക് ഗസ തിരിയും. ഗസയിൽ ഇതിനകം തന്നെ അനേകം സീസ് ഫയർ പദ്ധതികൾ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ മുൻകാല പദ്ധതികളിൽ നിന്ന് ഈ പദ്ധതിക്ക് ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറുന്നത്, പലസ്തീൻ തടവുകാർക്ക് പകരമായി ബന്ദികളെ മോചിപ്പിക്കുന്നത്, ഗസക്ക് മാനുഷിക സഹായം നൽകുന്നത്, ഇവയെല്ലാം ഉൾപ്പെടുന്ന പദ്ധതിയുടെ ഭാഗങ്ങൾ മുൻകാല കരാറുകളിലും സമാനമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 മാർച്ചിൽ ഇസ്രായേൽ നിബന്ധനകൾ ലംഘിച്ചതിനെ തുടർന്നാണ് അവസാന കരാറും തകർന്നത്. ഇനി പുതിയ കരാർ, അതിൻ്റെ ഭാവി എന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കരാറിൽ ചില സവിശേഷ ഘട്ടങ്ങൾ കൂടിയുണ്ട്. ഒന്ന് പീസ് ഓഫ് ബോർഡിൻ്റെ നിയമനമാണ്. മറ്റൊന്ന് ഇൻ്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സിൻ്റെ സൃഷ്ടിപ്പാണ്. ഗസ മുനമ്പിനെ ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭമായി വികസിപ്പിക്കുക എന്ന ട്രംപിൻ്റെ പഴയ ആശയങ്ങൾക്ക് പ്രായോഗികമായി ഘടന നൽകുന്നതായിരുന്നു മുൻകാല കരാറുകൾ പലതും. പക്ഷേ ഇപ്പോൾ ഈ ഗസ സ്ട്രിപ്പിനെ നിയന്ത്രിക്കുന്ന ഇൻ്റർനാഷണൽ സേനയാണ് ഈ പദ്ധതിയിലുള്ളത്. അത് ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾക്ക് എത്രത്തോളം ബലവത്താകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വയം നിർണയത്തിന് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ദീർഘകാലത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ഈ പ്ലാൻ പരാമർശിക്കുന്നുണ്ട്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മുൻകാല കരാറുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിലേക്കുള്ള ഘട്ടം ഘട്ടമായ പാതകൾ എങ്ങനെയായിരിക്കുമെന്ന് ഈ കരാറിൽ വ്യക്തമല്ല. ട്രംപ് ഗാസ മുനമ്പിനെ റിയൽ എസ്റ്റേറ്റ് വികസന അവസരമായിട്ടാണ് കാണുന്നത് എന്ന് പിന്നെയും പറയേണ്ടിയിരിക്കുന്നു. സെപ്റ്റംബർ 29 ഗസയുടെ തീരപ്രദേശത്തിൻ്റെ അവസരങ്ങളെക്കുറിച്ച്, അവിടെയുണ്ടാകുന്ന സാമ്പത്തിക സാധ്യതകളെക്കുറിച്ച് ട്രംപ് വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ സമാധാന ദർശനം പ്രധാനമായും സാമ്പത്തിക വികസന കാഴ്ചപ്പാടിലൂടെയായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുക. ഈ പ്ലാനിനെയും നോക്കിക്കാണേണ്ടത് അങ്ങനെ തന്നെയാണ്. ഫലസ്തീനികളെ ഇനി ഗസയിൽ ആര് പ്രതിനിധീകരിക്കുമെന്ന് ഈ പദ്ധതിയിൽ വ്യക്തമായി പറയുന്നില്ല. പദ്ധതി അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതകളും തടസ്സങ്ങളുണ്ട്. ഇസ്രായേലിൽ നെതന്യാഹുവിന് തൻ്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങളുടെ അംഗീകാരം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നാൽ അത് ഇസ്രായേലിൽ എങ്ങനെ അംഗീകരിക്കപ്പെടുമെന്നത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും ട്രംപ് ഒരു സമാധാന പദ്ധതി എന്ന് പേരിട്ട ഒരു പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹമാസ് അത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ ബാക്കിയാവുകയാണ്. ഹമാസ് ഇത് അംഗീകരിക്കുമോ? ഗസയുടെ ഭരണത്തിൽ പങ്കില്ലാത്ത വിധം ഇനി ഗസയിൽ തുടരാൻ അവർ തയ്യാറാകുമോ? അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പണി പൂർത്തിയാക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുന്നു. അതിന് അമേരിക്കയുടെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ട്രംപും പറയുന്നു. പദ്ധതി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവിടെയും ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഗസയെ ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യം തന്നെ പ്രധാനം. അപ്പോഴേക്കും ഇനിയും എത്ര മനുഷ്യർ ഗസയിൽ മരിച്ചു വീഴണമെന്ന് ലോകവും ചോദിക്കുന്നു. പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് ഇനിയും എത്ര കാലം, എത്ര പദ്ധതികൾ, എത്ര നേതാക്കൾ വഴിമുടക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നു.